അന്തസ്സായിട്ട് മുഖത്ത് നോക്കി പറയാത്തെന്താ, എടാ ഇത് മുന്നോട്ട് പോകത്തില്ല, എൻ്റെ വീട്ടുകാർ വേറെ ആലോചന സെറ്റാക്കി എൻഗേജ്മെന്റ് ആണ്, അപ്പം ഞാനിനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഇനി മുന്നോട്ട് പോകും തോന്നല്ല. അങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് മുഖത്ത് നോക്കി പറയാനൊരു ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ അവളെ ഞാൻ പെണ്ണ് എന്ന് വിളിച്ചത്. ഇത് ഞാൻ എന്ത് പറയാനാണ്? പയ്യന്മാരൊക്കെ പറയുന്നത് പോലെ തേപ്പായി പോയില്ലേ മോളെ, ഒന്നന്തരം തേപ്പ്. ആ പയ്യന്റെ ഒരു ജേർണി എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള ഒരു ജേർണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ പുറത്ത് നിന്ന് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും പറയാൻ പറ്റും, എടാ ഒന്ന് പോയാൽ നിനക്ക് അടുത്തത്. പക്ഷെ അങ്ങനെയല്ല, അവൻ കംപ്ലീറ്റ് ആയിട്ട് സർവ്വവും സമർപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഫുൾ 24/7 വിശേഷങ്ങൾ പറയുകയും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും കെയർ കൊടുക്കുകയും എല്ലാം വാങ്ങിക്കൊടുക്കുകയും കാണാനായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയും ചെലവാക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ പറയാമായിരുന്നു, ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു സൂചന കൊടുക്കാമായിരുന്നു ഇത് നടക്കില്ല എന്നുള്ളത്. ആമ്പിള്ളേർ ഇങ്ങനെ തേക്കാൻ പെമ്പിള്ളേർ എന്തുകൊണ്ടാണ് ഒരു മടിയും കാണിക്കാത്തത് എന്ന് തോന്നിപ്പോയ ഒരു കേസായിരുന്നു. ദയവ് ചെയ്ത് പെൺകുട്ടികളോട് പറയാണ്, എല്ലാവരോടല്ല,